കുറച്ചു നാളായിട്ട് രാഷ്ട്രീയക്കാരുടെ നിലവാരം ഇടിഞ്ഞു, വില ഇടിഞ്ഞു എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വശമുണ്ട്, ഉദ്യോഗസ്ഥരുടെ വിലയും അത് ഇടിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് അത്രയ്ക്ക് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് താങ്കളുടെ ഒരു അനുമാനം? രണ്ട് കാര്യങ്ങൾ അതിൽ ഉണ്ട്. ഒന്ന്, നമുക്ക് പ്രായവും അറിവും വർദ്ധിക്കുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെക്കുറിച്ചുള്ള വിലയിരുത്തലിന് വ്യത്യാസം വരും. ഇപ്പം ഞാൻ സർവീസിൽ കയറിയത് എൻ്റെ ആദ്യത്തെ മന്ത്രിമാരെന്ന് പറയുന്നത് ഗൗരി അമ്മയും ടി വി തോമസും എം.എൻ. ഗോവിന്ദൻ നായരുമാണ്. EMS ആണ് മുഖ്യമന്ത്രി. അപ്പോൾ അവരുമൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് EMSനേക്കാൾ VS അച്യുതാനന്ദൻ മോശമാണെന്നൊക്കെ ചോദിച്ചാൽ രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്ന്, ഒരു ഒബ്ജക്റ്റീവായിട്ട് വ്യത്യാസം ഉണ്ടാകാം. മറ്റേത് 23-24 വയസ്സിൽ ഞാൻ കണ്ട ആളുകളെക്കുറിച്ച് എനിക്ക് തോന്നിയ ആരാധന എൻ്റെ ഈ 67 വയസ്സിൽ എനിക്ക് തോന്നണമെന്നില്ല. അപ്പോൾ ഒബ്ജക്റ്റീവായിട്ടും സബ്ജക്റ്റീവായിട്ടും വസ്തുനിഷ്ഠമായും ആത്മനിഷ്ഠമായുള്ള ഘടകങ്ങൾ ഈ വിലയിരുത്തലിനെ ബാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ PS ശ്രീനിവാസനെ പോലെ വളരെ ചുരുക്കം മന്ത്രിമാരെ കേരളം ആകെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ആത്മനിഷ്ഠമായി പറഞ്ഞാലും വസ്തുനിഷ്ഠമായി പറഞ്ഞാലും പറയാൻ കഴിയുന്നതാണ്. പക്ഷേ അതിനകത്തുള്ള ആത്മനിഷ്ഠത വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൻ്റെ സ്റ്റാൻഡേർഡ്സ് മാത്രം വെച്ച് നോക്കിയാൽ പ്രഗത്ഭനായി വാഴ്ത്തപ്പെടേണ്ട KP പ്രഭാകരൻ്റെ മകനെന്നുള്ള നിലയ്ക്ക് ജന്മനാ സത്യസന്ധനായ KP രാജേന്ദ്രൻ. പക്ഷേ KP രാജേന്ദ്രനെ PS ശ്രീനിവാസനുമായിട്ട് M.N. ഗോവിന്ദൻ നായരുമായിട്ട് തട്ടിച്ച് പോകുന്നു നമ്മളറിയാതെ. അപ്പോഴാണിത് പോരാൻ തോന്നുന്നത്. അല്ലെങ്കിൽ രാജേന്ദ്രൻ സമർത്ഥനായ ഒരു മന്ത്രിയാണ്. ബിനോയ് വിശ്വം മോശമാണോ? ഒന്നുമല്ല. G. സുധാകരൻ IAS-കാരെ ആക്ഷേപിച്ചു എന്ന് ഒരു ആരോപണം വന്നപ്പോൾ താങ്കൾ IAS-കാരുടെ പക്ഷത്താണ് നിന്നത്. അതായത് ഒരു നായയുടെ കഴുത്തിൽ മാർസിസ്റ്റുകാരൻ എന്ന് കെട്ടിത്തൂക്കിയാൽ അത് മാർസിസ്റ്റുകാരനാവില്ല എന്ന് താങ്കൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ IAS-കാരുടെ ഭാഗത്തു നിന്നും അടുത്ത കാലത്ത് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവുന്നതായിട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നല്ലൊരു ശ്രമം ഉണ്ടാവുന്നതായിട്ടോ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, IAS-കാരുടെ ഭാഗത്തു നിന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പല IAS ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും നയരൂപീകരണത്തിലേക്ക് നയിക്കാവുന്ന പല സംഗതികളും നടക്കുന്നില്ല. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം തന്നെ അത് ഒരു പഴയ CP-യുടെ കാലം മുതലുള്ളൊരു ആശയമാണ്. എങ്കിൽ പോലും അതിങ്ങനെ പൊടിചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരല്ലേ. അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബാലകൃഷ്ണൻ ഭൂപരിഷ്കരണത്തെക്കുറിച്ചൊരു നോട്ടുണ്ടാക്കി. അത് സിവിൽ സർവീസ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാത്ത ആളുകൾ ബാലനെ ചീത്ത പറഞ്ഞു. പക്ഷേ ബാലൻ ചെയ്തത് വാസ്തവത്തിൽ ശരിയാണ്. കാരണം ഇൻഡസ്ട്രി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഭൂപരിഷ്കരണ നിയമത്തെ കാണുമ്പോൾ ശ്രദ്ധയിൽ വരുന്ന ചില കാര്യങ്ങൾ സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തുകയാണ്. പിന്നെ അത് ഇന്നത് ചെയ്യണം, വേണോ വേണ്ടോ എന്നൊക്കെ സർക്കാർ തീരുമാനിക്കേണ്ടത്. അതാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊന്നും മോശമല്ല. അന്നും പണ്ടും മോശമല്ല, ഇപ്പോഴും മോശമല്ല. ഏറ്റവും നല്ല വിദ്യാഭ്യാസ നിലവാരവും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ള ആളുകളാണ് ഈ സിവിൽ സർവീസിലേക്ക് വരിക, പ്രത്യേകിച്ചും IAS-ലും IPS-ലേക്ക് വരിക. പക്ഷെ അവർക്കിടയിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഈ കിടമത്സരവും പാരവയ്പും ഒക്കെ ഉള്ളത്? അവർക്കിടയിൽ കിടമത്സരം ഉണ്ടാകുന്നത് ജീവിതത്തിൽ പൊതുവെ ഉണ്ടാകുന്ന മൂഷിക മത്സരത്തിൻ്റെ പ്രതിഫലനമായിരിക്കാം. പിന്നെ മത്സര പരീക്ഷയിൽ കൂടെ കടന്നു വരുന്നവരാണല്ലോ ഇവരൊക്കെ. അപ്പോൾ ആദ്യം മുതലേ മത്സരിക്കില്ല. ആർക്കാണ് ആദ്യത്തെ റാങ്ക് എന്നുള്ളത് തുടങ്ങുകയാണല്ലോ ഈ മത്സരം. അതുകൊണ്ടൊക്കെ ആകാം. പാരവയ്പ് എന്നുള്ളത് ഒരു സ്ഥിരം പരിപാടിയാണെന്ന് വിചാരിക്കേണ്ട. ചില ആളുകൾക്ക് പാരവയ്ക്കുന്നു, അതിൽ ചില ആളുകൾ വിജയിക്കുന്നു, ചില ആളുകൾ പരാജയപ്പെടുന്നു എന്നൊക്കെ വിചാരിച്ചാൽ മതി. അതൊരു സ്ഥിരമായി എല്ലാവരും അങ്ങ് പാരവയ്ച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പാരവയ്പ്പിന് ഇരയായിട്ടുണ്ടോ? പാരവയ്പ്പിന് ഇരയായി എന്ന് പറയാനില്ല. പക്ഷേ എനിക്ക് എതിരായി ഞാൻ ചീഫ് സെക്രട്ടറി ഗ്രേഡിൽ വന്നതിന് ശേഷം ഉണ്ടായ 3 കേസുകൾ, ആ 3 കേസും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അതിനകത്ത് ഒരു ചുക്കും ഇല്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ആളിൽ തന്നെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. അത് 3ൻ്റെയും പുറകിൽ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. വേറെ ചിലരോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് അധികം വിഷമിക്കാത്തതിൻ്റെ കാരണം വീണ്ടും ഞാൻ എൻ്റെ ഈശ്വരവിശ്വാസത്തിലേക്ക് പോവുകയാണ്. സോളമൻ പറഞ്ഞിട്ടുണ്ട് പ്രോവർബ്സ് എന്നുള്ള പുസ്തകത്തിൽ, നിൻ്റെ കഷ്ടകാല സമയത്ത് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ദുഷ്ടനെ ഒരുക്കി നിർത്തുന്നതും ഞാൻ തന്നെയാകുന്നു. അവിടെ എനിക്കൊരു പരാതിയില്ല. ഒക്കെ ഉണ്ടായി കാണും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ഈശ്വരാധീനം കൊണ്ട് ഒന്നും ഏറ്റില്ല. ഡോക്ടർ ബാബു പോൾ എടുത്ത ചില രാഷ്ട്രീയ നിലപാടുകളെ അദ്ദേഹം തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നത് കേൾക്കാൻ കൗതുകമാണ്. അതിലേക്ക് അദ്ദേഹം കടക്കുന്നു. നേരെ ചൊവ്വേ 2ാം ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.